പരസ്പര സ്നേഹവും ഒത്തൊരുമയോടുകൂടി എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു പെരുന്നാൾ മധുരവുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ പ്രിയ ഗായകൻ നജീം അർഷാദും കുടുംബവുമാണ് ഇന്ന് എൻ്റെ ഒപ്പമുള്ളത്. നജീമിക്ക നമസ്കാരം. അപ്പോൾ പരിചയപ്പെടുത്തിക്കോളൂ ഇതാരാന്ന്. ഇത് എൻ്റെ അടുത്തിരിക്കുന്ന ആളാണ്. അതെ, നല്ല പരിചയപ്പെടുത്തന്നെ. വൈഫാണ്. പേര് തസ്നി എന്നാണ് പേര്. കിക്കിന്ന് വീട്ടിൽ വിളിക്കും. നമുക്ക് എന്തായാലും ഇന്ന് പെരുന്നാളാണല്ലോ, അപ്പൊ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പാട്ടോടി തന്നെ തുടങ്ങിയാലോ? ഓക്കെ, പാടാം. പെരുന്നാൾ പൂപ്പൊൻപിറ വീണ്ടും മാനത്തൊരുങ്ങി, അരുമപ്പൂമുത്തേ നീ എന്നുള്ളിൽ തിളങ്ങി, പൂവായ പൂവെല്ലാം പുന്നാരം ചൊല്ലാനായി പൂങ്കാവിൽ നിന്നെ തേടി, പെരുന്നാൾ പൂപ്പൊൻപിറ വീണ്ടും മാനത്തൊരുങ്ങി, അരുമപ്പൂമുത്തേ നീ എന്നുള്ളിൽ തിളങ്ങി. ഈ ഒരു പെരുന്നാൾ കുറച്ചും കൂടി സ്പെഷ്യൽ ആയിരിക്കും. രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ചുള്ളൊരു പുത്തൻ പെരുന്നാളും കൂടിയിട്ടാണിത്, അല്ലേ? ഇപ്പോൾ ശരിക്കും കഴിഞ്ഞ തവണ ഒരു പെരുന്നാളിന് പക്ഷെ എനിക്ക് കൂടാൻ പറ്റിയില്ല. രണ്ട് സ്ഥലത്തായി പോയി. ഇവിടെ ബാംഗ്ലൂരിലായിരുന്നു, ഹൗസ് സർജൻസി കഴിഞ്ഞ് ഇപ്പം വന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരുമിച്ചൊരു പെരുന്നാൾ. അപ്പൊ എന്താണ് ചേച്ചിയുടെ വക എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ എന്തെങ്കിലും കിട്ടിയോ? ഗിഫ്റ്റ് ഇങ്ങനെ എല്ലാ ദിവസവും ഓരോ ഗിഫ്റ്റ് വന്നോണ്ട് അതാണ് നമ്മുടെ ഈ ശരീരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ദിവസം പരീക്ഷണങ്ങളാണ്, ഓരോ ഫുഡുകൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പൊ നജീമിക്കയുടെ ജീവിതത്തിലാണെങ്കിൽ സംഗീത സംവിധായകനായിട്ട് വരുന്നൊരു ഫസ്റ്റ് പെരുന്നാളും കൂടിയിട്ടാണിത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും കൂടി എന്ന് പറയാമോ? സംഗീത സംവിധാനം എന്നുള്ള സംഭവം അതൊരു കാരണം നമ്മളങ്ങനെ വിചാരിച്ചിരുന്നതല്ല. അങ്ങനെ വളരെ യാദൃശ്ചികമായി കിട്ടിയൊരു ചാൻസാണ്. പക്ഷെ എന്നാലും എനിക്ക് അതിൽ കൂടുതലും പാട്ട് പാടുന്നതാണ് എളുപ്പമെന്ന് തോന്നിയിട്ടുള്ളത്. കാരണം സന്തോഷമുള്ള കാര്യമാണ്, പക്ഷെ എന്നാലും കുറച്ച് റിസ്ക്കും കൂടെ കൂടുതലാണ്. റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അതൊന്ന് മാക്സിമം നല്ല ഔട്ട്പുട്ടിൽ എത്തിക്കണം. മറ്റൊന്ന് പറഞ്ഞാൽ ഈസി അല്ലേ, പാടുക, പോവുക, വേറെ ആളുടെ ക്രിയേഷൻ നമ്മൾ പാടിക്കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. മേജർ സാറിന്റെ ഇതിലാണ് ഒരു പാട്ടിൽ നിന്നാണ് പിന്നണി ഗാന രംഗത്തേക്ക് ഞാൻ ആദ്യമായിട്ട് മിഷൻ 90 ഡേയ്സ് എന്ന ചിത്രത്തിലൂടെയാണ്. മിഴിനീർ പൊഴിയുമ്പോഴും കരയില്ല ഞാൻ, കരൾ നൊന്തു പിടയുമ്പോഴും തളരില്ല ഞാൻ, ഉരുകുന്നൊരീ മാനസം ഒഴിയണമീ ജീവിതം പ്രിയനാടിനായി, പ്രിയനാടിനായി ഉണരണമേ ഉയരേകുവാൻ, മിഴിനീര് പൊഴിയുമ്പോഴും കരയില്ല ഞാൻ, കരൾ നൊന്തു പിടയുമ്പോഴും തളരില്ല ഞാൻ. ആദ്യമായിട്ട് സിനിമയിൽ പാടാം, അതും ഒരു ദേശഭക്തി ഗാനം. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ മ്യൂസിക് ചെയ്യാനുള്ള സിനിമയും ഇതുപോലെ പാട്രിയോട്ടിക് സിനിമ, അത് വളരെ കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. ഭയങ്കര സന്തോഷമാണ് അത് രണ്ടും മേജർ രവി സാറിൻ്റെ ഒരു സിനിമയിലാകാൻ പറ്റിയതിൽ. അത് മാത്രമല്ല, ഇപ്പോൾ നജീമിക്കയുടെ വേറൊരു കാര്യം ഞാൻ അറിഞ്ഞത് എന്താണ്, സ്കൂൾ കലോത്സവത്തിൽ 13 കലാപ്രതിഭ പട്ടം കിട്ടിയിട്ടുണ്ട്, ഒരു റെക്കോർഡ് തകർത്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ വേണ്ടി നമുക്കൊരു മാപ്പിളപ്പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരാമോ? മൊത്തം പാട്ടാണല്ലോ. അതെ, പ്രേക്ഷകർക്ക് നജീമിക്കയുടെ പാട്ടാണല്ലോ ഇഷ്ടം. സാരസപ്പൂ നബി സഹബോരും തൂശന്താനെ താനം കൊയ്ബതുക്ക് ബദർബട പൊരുതൻ നടന്താനേ, സാരസപ്പൂ നബി സഹബോരും തൂശന്താനെ താനം കൊയ്ബതുക്ക് ബദർബട പൊരുതൻ നടന്താനേ, ഊരുമേബത് സഹ്റാനിൽ അടുത്തേ വമ്പരും തമ്പങ്കടുത്തേ ഉറ്റമാലബ് സുപ്പിയന ജനത്തെ ഒട്ടകം പട്ടും മീകത്തെ ചരക്കും കെട്ടപ്പെടുന്നിട്ട ചഷ്ടർ പിറക്കും ഭയം പൊട്ടിത്തക്ക ചിക്കിത്തക്ക പറക്കും ബരയം ബശി ചന്തറിവാന ബിബിങ്കിട ചിങ്കമിരണ്ട് സഹബോരെ സാരസപ്പൂ നബി സഹബോരും തൂശന്താനെ താനം കൊയ്ബതുക്ക് ബദർബട പൊരുതൻ നടന്താനേ. പെട്ടെന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വർഷങ്ങൾക്ക് മുമ്പേ
പാടിയ പാട്ടുകളാണ്. ഇപ്പൊ നജിമിക്കിന്റെ പാട്ടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ നജിമിക്ക് ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്ന റൊമാൻറ്റിക് സോങ്സ് ഒക്കെ തന്നെയായിരിക്കും. അപ്പൊ ഈ ഫീൽ ഒക്കെ എവിടെ നിന്നാ കിട്ടുന്നത് ഇങ്ങനെ പാടുമ്പോൾ? പണ്ട് തൊട്ടേ ഈ കോമ്പറ്റീഷനിൽ നമ്മൾ ലൈറ്റ് മ്യൂസിക്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ട്. ലൈറ്റ് മ്യൂസിക് എന്ന് പറയുന്നത് തന്നെ ഭാവഗാനങ്ങളാണല്ലോ. അപ്പോൾ അതിങ്ങനെ പാടുന്ന സമയത്ത് കൂടുതലും ലിറിക്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ ഭാവം കൊടുത്ത് പാടും. അപ്പോൾ അത് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ലിറിക്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഉൾക്കൊണ്ട് പാടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വേറൊരു ഫീലാണ്. പാട്ട് ഓപ്പൺ ത്രോട്ടിൽ പാടുമ്പോൾ വേറൊരു ഫീലായിരിക്കും. അപ്പം പിന്നെ മ്യൂസിക് ഡയറക്ടേഴ്സ് സജഷൻ പറയും ഇങ്ങനെ പാടിയാൽ മതി അങ്ങനെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പാടുന്നത്. തസ്മി ജാത്തിക്ക് ഏറ്റവും നജിമിക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരിക്കും? പാടിയ പാട്ട് അത് തൊട്ട് തൊട്ട് എന്ന് പറഞ്ഞാൽ നജിമിക്കയുടെ കരിയറിൽ ഒരു ബ്രേക്ക് കിട്ടിയൊരു പാട്ടാണെന്ന് തോന്നുന്നു തൊട്ട് തൊട്ട് എന്ന് പറഞ്ഞ സോങ്. അതുപോലെ നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായ ഒരു സോങ് തന്നെയായിരുന്നു ആ രണ്ട് പാട്ടുണ്ടായിരുന്നു അല്ലേ? പാട്ട് ഇഷ്ടം, എന്നാലും ആ പാട്ടാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം. നമ്മുടെ പ്രേക്ഷകർക്കും ചേച്ചിക്കും വേണ്ടിയിട്ട് തൊട്ട് തൊട്ടെന്ന് പറഞ്ഞ തൊട്ട് 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 നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ, വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിടാമോ നിന്നെ, பொல்லாத ஆசைய சேர்த்து போதும் நீ ஆடுற கூத்து, கள்ளானி பேச்சைய மாத்து காதல் படுவான், தொட்டு 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 நோக்காமோ ஒன்னு தொட்டாவாடி நின்னே, விட்டு 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 போகாதே என்னும் சுற்றிடாமோ നിന്നെ. കാരണം പെണ്ണ് കാണാൻ സമയത്ത് ഞാൻ അടുത്തതാ ചോദിക്കാൻ വേണ്ടി വരുന്നത്. നമ്മൾ ഈ പെണ്ണ് കാണാൻ പോകുന്ന സമയത്തൊക്കെ കുറച്ച് ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ നജിമിക്ക് ഇത് എങ്ങനെ തോന്നി ആ സമയത്ത് പാട്ടൊക്കെ പാടാൻ? ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്നെക്കാട്ടും ടെൻഷൻ വെക്കാണ്. അപ്പൊ എനിക്ക് ഇത്തിരി ധൈര്യം വന്നു. പക്ഷെ അവിടെ വന്നിരുന്നു അങ്ങോട്ട് തുടങ്ങിയതാ. പിന്നെ പാട്ട് നിർത്തിയില്ല. ഇല്ല, സംസാരിച്ചു ഇങ്ങനെ ആദ്യം എന്തൊക്കെയോ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ട് തൊട്ടങ്ങ് പാടാൻ. നജിമിക്ക ഉമ്മിച്ചിയും പാപ്പിച്ചിയും പാട്ട് ഗായകരാണ്, പാട്ട് ടീച്ചറായിരുന്നു ഉമ്മിച്ചി. ഓക്കെ, അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. കാരണം നമ്മളിപ്പം ഇവിടെ ഇരുത്താൻ തന്നെ കാരണം എൻ്റെ ഉമ്മയും പാപ്പയാണ്. കാരണം എന്നെ ആ ഒരു വളരെ ചെറുതിലെ തന്നെ നമ്മുടെ കഴിവ് മനസ്സിലാക്കി അതിലോട്ട് മാക്സിമം പ്രോത്സാഹനം തന്നു, പാട്ട് പഠിപ്പിച്ചു. ഉമ്മയാണ് ആദ്യത്തെ ഗുരു. ഉമ്മ മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ ആദ്യ പാഠങ്ങളൊക്കെ ഉമ്മ പഠിപ്പിച്ചു തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മ്യൂസിക് കോളേജിൽ പോയി. പിന്നെ ആ കറക്റ്റ് സമയത്ത് തന്നെ ഒരു ഇതിലോട്ടങ്ങ് തിരിച്ചു വിട്ടു. ഞാൻ മ്യൂസിക് കോളേജിലാണ് ചേർന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പഠിക്കണ്ട, നീ പാടിയാൽ മതി. അങ്ങനെ ഞാൻ മ്യൂസിക് കോളേജിൽ ചേർന്നു. അങ്ങനെ നമ്മുടെ ലൈഫിൽ തന്നെ ഒരു കുറച്ച് നാൾക്ക് കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ നേട്ടങ്ങൾ വരാൻ കാരണം എൻ്റെ പാരൻസ് ആണ്, ഉമ്മയും സപ്പോർട്ടും ഉണ്ടാണ്. അത് കറക്റ്റ് നമുക്ക് നേരിട്ട് ചോദിച്ചറിഞ്ഞാലോ, ഉമ്മ ഇവിടെ ഉണ്ട്. അപ്പൊ കറക്റ്റ് കാര്യങ്ങൾ എൻ്റെ കുറ്റങ്ങളൊക്കെ കറക്റ്റ് അറിയാം, എങ്ങനെ പാടുന്നൊക്കെ ഉള്ള. ഉമ്മ വിളിക്കാം. ഓക്കെ ഉമ്മ. ഞങ്ങളിങ്ങനെ പെരുന്നാളായിട്ട് ഉമ്മച്ചി അടുത്ത് കിട്ടി. ഉമ്മ എന്നോട് അൽക്ക ചോദിച്ചു എന്തൊക്കെ ടിപ്സാണ് പാടുന്നതിന് ഉമ്മ പഠിപ്പിച്ചു തരാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ ഇവിടെ തന്നെ ഉണ്ട്, നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. മോനെ വളരെ ചെറുതിലെ എൻ്റെ മോനെ ഇങ്ങനെ ക്ലാസിക്കലാണ് ഞാൻ പഠിപ്പിച്ചത്. ഞാൻ മ്യൂസിക് ടീച്ചറാണ്. അപ്പം വളരെ ചെറുതെന്ന് പറഞ്ഞാൽ ചിലവ് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വളരെ 2 വയസ്സ് മുതലേ തന്നെ ഇവനെ പിടിച്ച് പഠിപ്പിക്കുമായിരുന്നു. അന്നേരം ഞാൻ ട്യൂഷൻ എടുക്കും കുട്ടികളെ വീട്ടിൽ. അപ്പോൾ അതായത് അതിൽ നിന്നും ചെറുതില്ലേ ചെറിയൊരു പായെല്ലാം ഇട്ടിട്ട് മോനെ കുഞ്ഞിനങ്ങളെ കിടത്തുമല്ലോ, അന്നേരം പോലും കിടത്തി. അങ്ങനെ ശരിക്കും പാട്ട് കേട്ട് 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 അങ്ങനെ പിന്നെ പഠിച്ച് വന്ന് പിന്നെ കൊച്ചിലെ മുതലേ ഭയങ്കര തിങ്സാണ്, ഭയങ്കര സംഗതി. തിങ്സ് എന്ന് പറഞ്ഞ സംഗതി. ഏത് പാട്ട് പാടിയാലും അത് അതിനൊക്കെ അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് മോനെ. തിങ്സുകളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം പാടാൻ. സംഗതികൾ പാടുന്നതിന് മുമ്പ് നമ്മൾ ആലോചിച്ച് എടുത്ത് പാടണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ചുകൂടെയൊക്കെ ആയി കഴിഞ്ഞപ്പം ഞാൻ പഠിപ്പിച്ചാൽ പറ്റില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം അവൻ പാടുന്നത് എനിക്ക് പറ്റില്ല. ആ ഒരു സ്റ്റേജ് ആയപ്പോൾ മ്യൂസിക് കോളേജിൽ ഒരു പ്രൊഫസറെ ആക്കി.